നമ്മൾ ക്വസ്റ്റ്യനുകളിലൊക്കെ പെൻസിലും കൊണ്ടായിരുന്നു എഴുതുന്നത്. എന്തുകൊണ്ടായിരുന്നു പെൻസിലും കൊണ്ട് എഴുതുന്നത്? അപ്പോൾ നമ്മൾ ഒരുപാട് തെറ്റുകൾ പറ്റുന്നു, മായ്ക്കുന്നു, പിന്നെയും തെറ്റുകൾ പറ്റുന്നു, മായ്ക്കുന്നു. അങ്ങനെ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കാണ് നല്ല രീതിയിൽ നമ്മൾ പേനയും കൊണ്ട് എഴുതാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബുദ്ധിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ മായ്ക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് മാറി. നമുക്ക് ആ ഒരു റേഞ്ച് ആയിരിക്കണം ആ ചിന്തകൾക്കുള്ള ഒരു മാറ്റം വരുന്നത്, അല്ലേ? ശ്രദ്ധിച്ച് നോക്കി. അപ്പം നമ്മൾ മായ്ക്കപ്പെടാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മൾ പിന്നെ അത് മായ്ച്ചു കഴിഞ്ഞാലും അതിൻ്റെ മണ്ടയിൽ കൂടെ ബ്ലേഡ് ഇട്ട് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാട് വീഴും. ഇല്ലെന്നിട്ട് വൈൻഡർ തേച്ചാലും അത്ര പെർഫെക്ഷൻ നമ്മൾ പെൻസിലും കൊണ്ട് മായ്ക്കുന്നതിന് അത്രയും പെർഫെക്ഷൻ കിട്ടത്തില്ല. പെൻസിലും കൊണ്ട് എഴുതിയിട്ട് റബ്ബറും കൊണ്ട് മായ്ക്കുന്നതിന് അത്രയും പെർഫെക്ഷൻ അതിന് കിട്ടത്തില്ല. അപ്പം നമ്മൾ ഒരു അപ്ഡേഷനിലേക്ക് കടന്നിരുന്നു എന്നുള്ള ഒരു സൂചനയായിരിക്കണം അങ്ങനെ വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മളെപ്പോഴും ഒരു മെച്ചൂർഡായി. അപ്പോൾ മെച്ചൂരിറ്റിയുടെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മായ്ക്കപ്പെടാൻ പറ്റാത്ത കാലഘട്ടമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സൈൻ അത് വീണ് കഴിഞ്ഞാൽ വീണതാണ് എന്നുള്ള ഒരു കാര്യമായിരിക്കണം ചിലപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്.